ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനീ നവരത്നമഞ്ജരി എന്ന സ്തോത്രകൃതി എന്ന് കരുതുന്ന ദാർശനിക കൃതിയെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു, ജനനീ നവരത്നമഞ്ജരിയെ പൊതുവെ സ്തോത്രകൃതി എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. കൃതി ആധികാരികമായ പ്രസ്ഥാനങ്ങൾ അച്ചടിച്ചിറക്കുന്ന പുസ്തകങ്ങളിലും ഈ ജനനീ നവരത്നമഞ്ജരിയെ കൃതി എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ കൃതിയെ പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അത് ജനനീ നവരത്നമഞ്ജരി എഴുതിയിരിക്കുന്ന ജനനി എന്നുള്ളത് ദേവി, അമ്മ, ജനനി ജനിപ്പിക്കുന്നവൾ, അമ്മ എന്നുള്ള അർത്ഥമുള്ളത് കൊണ്ട് ഈ കൃതി ശിവഗിരിയുടെ ബന്ധപ്പെട്ട് രചിച്ചു എന്ന കാരണത്താലും ഇപ്പോൾ ശാരദയെ പൊതുവെ സരസ്വതി എന്ന നിലയിലാണ് അറിഞ്ഞും അറിയിച്ചും പോരുന്നത്. അപ്പോൾ ഗുരു എന്തുകൊണ്ടാണ് സരസ്വതി ക്ഷേത്രം എന്ന് നാമകരണം ചെയ്യാതെ ശാരദാ മഠം എന്ന് നാമകരണം ചെയ്തത്? അതേപോലെ തന്നെ അവിടുത്തെ സമ്പ്രദായങ്ങളിൽ എന്തുകൊണ്ടാണ് വളരെ ഗൗരവമായ മാറ്റങ്ങൾ വരുത്തിയത്? അപ്പോൾ ഒരു സാധാരണ ക്ഷേത്രത്തിൻ്റെ ഘടനയല്ല ശാരദാമഠത്തിനുള്ളത്. അതിൻ്റെ ഘടനയിലും അതിൻ്റെ പരിപാലനത്തിലും അവിടുത്തെ പൂജ പാടില്ല, നിവേദ്യം പാടില്ല, ആരാധന പാടില്ല എന്നെല്ലാം ഗുരു കർക്കശമായി നിർദ്ദേശിക്കുകയും ശാരദയ്ക്ക് പൂവും വെള്ളവും മാത്രം മതി, പ്രാർത്ഥന മാത്രം മതി എന്നുള്ള ആ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള, വളരെ അത്ര ആ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത, ഇപ്പം സാധാരണഗതിയിൽ ഇക്കാലത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത, ഇപ്പം 100 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തക്കവണ്ണം അത്രയും വിപ്ലവകരമായ മാറ്റത്തോടുകൂടി പ്രതിഷ്ഠിച്ച ഒരു ശാരദാ മഠം. അപ്പോൾ ആ ശാരദാ മഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിനും തന്നെ സാധാരണ ഒരു സരസ്വതിയുടെ രൂപമല്ല. ഇങ്ങനെ ഒട്ടൊരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥാപനമാണ് ശാരദാ മഠം. അതോടൊപ്പം തന്നെ ഈ ശാരദാ മഠത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രചിച്ച കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി എന്നുള്ളത് കൊണ്ട് അവിടെ ആ ശാരദയെ വർണ്ണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ശ്ലോകത്തിലും, ഈ കൃതിയുടെ ഓരോ ശ്ലോകത്തിലും ശാരദാംബയെ വർണ്ണിക്കും എന്നാണ് സ്വാഭാവികമായും ആരും പ്രതീക്ഷിക്കുന്നത്. കാരണം ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രചിച്ചതാണ്. കൃതിയുടെ പേര് ജനനീ നവരത്നമഞ്ജരി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഞ്ജരിയിൽ, നവരത്നമഞ്ജരിയിൽ വിരിയുന്നത് ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനയായിരിക്കും എന്ന് സ്വാഭാവികമായും കരുതുമെങ്കിലും നമ്മൾ ഈ കൃതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ അംഗപ്രത്യംഗ വർണ്ണനയില്ലെന്ന് മാത്രമല്ല, അതിൽ പ്രതിപാദിക്കുന്നത് ജീവിതത്തെയും ഈ പ്രപഞ്ചത്തെയും, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ നാം അറിയേണ്ടുന്ന സത്യങ്ങളെ സംബന്ധിച്ചിട്ടാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിട്ടാണ്, തൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ആ ജനനി എന്നുള്ള വാക്കിന്, ജനിപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിലാണ് ആ ജനനി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒന്നാം മന്ത്രത്തെ തന്നെ പരിശോധിക്കുമ്പം, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്?
അപ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ജനിച്ചത്, ജനനി ജനിച്ചത്? അപ്പം ഈ പ്രപഞ്ചം ജനിച്ചത് ഏകമായ അഖണ്ഡമായ ബോധത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ്. അഖണ്ഡമായ ഏകമായ അറിവിൽ നിന്ന് ആയിരം ത്രിപുടികൾ ഉണ്ടാവുകയും, ത്രിപുടി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു. അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്നീ 3 ഘടകങ്ങൾ ചേർന്നതാണ്, അറിവിൻ്റെ 3 പുടങ്ങൾ ചേർന്നതാണ്. അങ്ങനെ ആയിരം അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുക്കളും ഉണ്ടായി. ഈ ത്രിപുടികൾ ഉണ്ടാകുന്നതനുസരിച്ചിട്ട് താൻ ആരാണ് എന്നുള്ള യഥാർത്ഥ ബോധത്തെ വിസ്മരിച്ചിട്ട് തൻ്റെ മതിമറക്കുക, തൻ്റെ ബുദ്ധിക്ക് ഭ്രമമുണ്ടായി, തൻ്റെ മറന്നപ്പോഴത്തേക്കും ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യമുണ്ടായി, അന്നാദിയിൽ പ്രിയമുയർന്നു, അന്നം മുതലായവയിൽ പ്രിയമുണ്ടായി. അപ്പം നാവിനെ സന്തോഷിപ്പിക്കുക, നാവിനെ ആസ്വദിക്കുക, നാവിലൂടെ വരുന്ന സംവേദനമായിട്ടുള്ള രുചിയെ ആസ്വദിക്കുക, കണ്ണിലൂടെ കാണാൻ കഴിയുന്ന കാഴ്ചയെ ആസ്വദിക്കുക, കാതിലൂടെ വരുന്ന ശബ്ദത്തെ ആസ്വദിക്കുക, മൂക്കിലൂടെ വരുന്ന ഘ്രാണത്തെ ആസ്വദിക്കുക. ഇങ്ങനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് താല്പര്യം വന്നപ്പോഴത്തേക്കും പറ്റിയത്? ഈ ഇന്ദ്രിയ വിഷയങ്ങൾ മനുഷ്യനെ തന്നെ കൊണ്ടുചെന്ന് കൂട്ടിയത് ആടലാകുന്ന കടലിലാണ്. അപ്പം ഓരോ വ്യക്തിയും അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഇന്ദ്രിയത്തിന് വിഷയമായ സുഖങ്ങളെ ആസ്വദിക്കുവാനോ ശ്രമിച്ചതിലൂടെ മനുഷ്യ സമൂഹം ചെന്നുപെട്ടത് ദുഃഖക്കടലിലാണ് എന്നാണ് ഈ ജനനി നവരത്ന മഞ്ജരിയിലെ 1-ാമത്തെ ഭാഗം പറയുന്നത്. അപ്പോൾ ആനന്ദമായിരുന്ന, ഏകമായിരുന്ന, അഖണ്ഡമായിരുന്ന ഈ ബോധത്തിൽ നിന്ന് അനേകം ബോധങ്ങളുണ്ടായതോടുകൂടി തൻ്റെ മതി മറന്നുപോയി. ഈ തൻ്റെ മതി മറന്ന് പോയതിൽ നിന്ന് വിഷയസുഖത്തിലേക്ക് താല്പര്യം വർദ്ധിച്ചു. വിഷയസുഖത്തെ കാക്ഷിച്ച് ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ ദുഃഖത്തിൽ കൊണ്ട് പര്യവസാനിപ്പിച്ചു. അങ്ങനെ മനുഷ്യ സമൂഹം ദുഃഖക്കടലിലായിരിക്കുന്നു. അപ്പം മനുഷ്യ സമൂഹത്തെ എങ്ങനെ ഈ ദുഃഖക്കടലിൽ നിന്ന് തിരിച്ച് ഈ അഖണ്ഡമായ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം? അപ്പം ഈ അഖണ്ഡമായ ബോധത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടുന്നതുണ്ട്. താനും തൻ്റെ ഉണ്മയായിട്ടുള്ള ആത്മാവ് ഈ അഖണ്ഡമായ ബോധത്തോട് ചേരേണ്ടതുണ്ട്, അതുമായി ഒന്നായി മാറേണ്ടതുണ്ട്. അതിൽ നിന്നുള്ള ഈ അഖണ്ഡമായ ബോധത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യനെ ഈ ദുഃഖക്കടലിൽ കൊണ്ടുപെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദുഃഖക്കടലിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ മനുഷ്യന് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. തിരിച്ചുപോക്കെന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? യാതൊരു അറിവിൽ നിന്നാണോ, യാതൊരു അഖണ്ഡമായ സത്യത്തിൽ നിന്നാണോ ഈ മനുഷ്യൻ പിറന്നതും ഈ പ്രപഞ്ചമുണ്ടായതും ആ ഉണ്ടാകപ്പെട്ടതായ ഏകത്വത്തിലേക്ക് മനുഷ്യന് മടങ്ങിപ്പോകേണ്ടുന്നതുണ്ട്. അത് സംബന്ധമായ പ്രതിപാദ്യമാണ് ഇനി ഈ മന്ത്രത്തിൻ്റെ 2-ാം ഭാഗം. ആശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനി. ഇതാണ്. അപ്പം ഈ ശ്ലോകത്തിൽ ജനനി എന്നൊരു വാക്ക് വരുന്നത് ദേവി എന്ന് ദ്യോതിപ്പിക്കുന്ന ആ ഒരു വാക്ക് വരുന്നത് ഈ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമാണ്. ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും എവിടെയും ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനയില്ല എന്നുള്ളത് തിരിച്ചറിയണം. അതെന്തിനു തിരിച്ചറിയണം എന്ന് ചോദിച്ചാൽ, ഗുരു ദേവിയെ സ്തുതിച്ചുകൊണ്ടെഴുതി, ഗുരു ഒരു സ്തോത്രാവാണ്, ദേവിയെ പാടിപ്പുകഴ്ത്തുകയാണ്. അതുകൊണ്ട് ദേവി എന്ന് പറയുന്നത് സങ്കല്പ ദേവതയാണ്, അത് ഹിന്ദു മതത്തിലെ ദേവതയാണ്. ആ ദേവതയെ പാടിപ്പുകഴ്ത്തിയത് കൊണ്ട് ഹിന്ദു മതദേവതയുടെ സ്തുതിപ്പുകാരനാണ് ശ്രീനാരായണ ഗുരു എന്ന് ഉള്ള പ്രചരണത്തെ, അതിൻ്റെ നിരർത്ഥകതയെ തിരിച്ചറിയണമെങ്കിൽ ഈ കൃതിയിലെ പ്രതിപാദ്യം എന്ത് എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടുന്നതുണ്ട്.
ഈ കൃതിയിലെ പ്രതിപാദ്യം യാതൊരു സംശയവും വേണ്ട. നമുക്കത് ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന് ആശു തൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണ് വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന് ആറിടുന്നു ജനനി. അപ്പം ഈ നമുക്കത് വ്യക്തമായി അറിയാം. അപ്പോൾ ഓരോ വ്യക്തിയും നമ്മളിപ്പം ഓരോ വ്യക്തിയും എത്ര അപ്പം സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വളരെ കൃത്യമായും അറിയാം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം. അപ്പം എനിക്ക് ദുഃഖമില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പം സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്ന് എല്ലാവരും വളരെ ഫോർമലായിട്ട് പറയുമെങ്കിലും ഓരോ വ്യക്തിക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും അതിനെ അങ്ങ് സ്വീകരിച്ച് ആ ദുഃഖത്തെ പിന്നെ അനുഭവിച്ച്, അപ്പം ചുരുക്കത്തിൽ ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, നിലവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദുഃഖം തന്നെയാണെന്ന് ഓരോ വ്യക്തിക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഈ ദുഃഖത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് നമ്മുടെ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ പ്രാപിക്കാനുമാണല്ലോ. ഇപ്പം ഗുരു ആത്മോപദേശത്തിൽ പറയുന്നത് പോലെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ വ്യംഗ്യം എന്താ? ആർക്കും ആത്മസുഖം ഇല്ല എന്നൊരു വ്യംഗ്യം അവിടെയുണ്ട്. അപ്പോൾ ആത്മസുഖത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സുഖത്തിൽ എത്തിച്ചേരാനാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. അപ്പം പ്രയത്നം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ ആ ഗുരുവിൻ്റെ ആ പ്രയോഗത്തിൽ വളരെ വ്യംഗ്യമാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. അപ്പം ഞാനിത് പറയുന്നതും നിങ്ങളിത് കേൾക്കുന്നതും ഒക്കെ തന്നെയും ഈ നമ്മുടെക്കൊരു ഈ പറഞ്ഞ ഒരു സുഖം, ആത്മസുഖം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ്. ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് വന്നു ചേരേണ്ടുന്നതാണ് സുഖം. അപ്പം പ്രവൃത്തിയിലാണ് നമ്മളിപ്പോഴും അതിൻ്റെ ആ ഒരു സുഖപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ അത് എത്തേണ്ടതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? ലക്ഷ്യം സുഖം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഗുരു ഈ ജനനി നവരത്നമഞ്ജരിയിലും ചോദിക്കുന്നത്, എന്നാണ് എനിക്ക് ഗതിപെറുന്ന നാദഭൂമിയിൽ അമരുന്നത്? എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ആവിരാഹ പടരും എന്ന്. അപ്പോൾ ഇപ്പം അന്ന് നമ്മൾ പെട്ടിരിക്കുന്നത് ഈ സങ്കടക്കടലിലാണ്, ഈ പ്രാരബ്ധക്കടലിലാണ്, സംസാരസാഗരത്തിലാണ്, ദുഃഖസാഗരത്തിലാണ്. അപ്പോൾ മനുഷ്യൻ അവൻ സ്വയം ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്, പറയുകയാണ്, എന്നാണ് എൻ്റെ ആത്മാവ് ഞാൻ ഗതിപെറുന്ന നാദഭൂമിയിൽ അമർന്ന് ആവിരാഭ പടരുന്നത്? ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന് ആറിടുന്നത്? അപ്പം ഞാനിപ്പം വളരെ ഉഷ്ണത്തിലാണ്, വളരെ ചൂടിലാണ്, ആവിയിലാണ്, എന്താ പറയുക, അത്ര നീറുകയാണ്. അപ്പോൾ എനിക്കൊരു ആറൽ, ഒരു തണുക്കൽ ഉണ്ടാവണം. എപ്പോഴാണ് ആ തണുക്കൽ ഉണ്ടാവുക? ഗതിപെറുന്ന നാദഭൂമിയിൽ അമരുമ്പോഴാണ് എൻ്റെ ഈ ഉഷ്ണം, ഈ എന്താ പറയുക, ഈ നീറ്റൽ, ഈ ദുഃഖം ശമിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും സുഖത്തെ കാക്ഷിക്കുന്നു, സുഖത്തെ കാക്ഷിച്ചു പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ സുഖമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ഗുരു പരോക്ഷമായി ഇവിടെ പ്രതിപാദിക്കുന്നു. എൻ്റെ ആശയം, എൻ്റെ ഉള്ള് ഗതിപെറുന്ന നാദഭൂമിയിൽ അമരുമ്പോഴാണ് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഈ ദുഃഖക്കടലിൽ നിന്നെനിക്ക് മോചനമുണ്ടാകുന്നത്. അപ്പോൾ ഞാനും സകല മനുഷ്യരും ഈ ദുഃഖക്കടലിൽ പെട്ടിരിക്കുകയാണ്. ഈ ദുഃഖക്കടലിൽ നിന്ന് അവനൊരു ആശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഗതിപെറുന്ന നാദഭൂമിയിൽ അമരണം. അപ്പം ഗതിപെറുക, ഗതി എന്ന് പറയുമ്പം വഴി എന്നർത്ഥം. ഗതി പെറുക ഉണ്ടാകുക. അപ്പം ഗതി പെറും എന്ന് പറയുമ്പോൾ
വഴി പിറക്കുന്ന, വഴി ഉണ്ടാകുന്ന. അപ്പോൾ എനിക്ക് ഒരു വഴി പിറക്കേണ്ടതുണ്ട്, എനിക്കൊരു വഴി ഉണ്ടായി വരേണ്ടതുണ്ട്. എന്തിന്? ഈ ദുഃഖക്കടലിൽ നിന്ന് മോചനം നേടുന്നതിന് എനിക്ക് ഒരു വഴി ഉണ്ടായി വരേണ്ടതുണ്ട്. ഗതി ഉണ്ടാക്കുന്ന, വഴി തെളിക്കുന്ന ഒരു നാദഭൂമിയിൽ അമരണം. അപ്പോൾ ഈ നാദഭൂമി എന്നുള്ള ഇത് ഗുരു പല കൃതികളിലും ഈ നാദത്തെ പ്രതിപാദിക്കുന്നുണ്ട്. ആത്മോപദേശത്തിൽ അധിക വിശാല മരുപ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം, ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷി എന്നും യതമിയലും യതിവര്യനായിടേണം എന്ന് ആത്മോപദേശത്തിലെ ഒരു പ്രതിപാദ്യമുണ്ട്. അപ്പം ഞാൻ ആ ആത്മോപദേശ ശതകത്തെ ഇവിടെ ഉദ്ധരിക്കുന്നത് ഈ ജനനീ നവരത്ന മഞ്ജരിയിൽ പറയുന്ന നാദമെന്ന ആ പ്രയോഗം നമുക്ക് ആത്മോപദേശ ശതകത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ ആത്മോപദേശത്തിലും ഈ നാദത്തെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ഈ നാദം എന്നുള്ളത് ഗുരു വളരെ എംഫസിസ് ചെയ്യുന്ന, വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രയോഗമാണ്. അതേപോലെ തന്നെ നമോ നാദബിന്ദുവാത്മികേ നാശഹീനേ എന്ന് മറ്റൊരു കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമോ നാദബിന്ദുവാത്മികേ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു സ്തോത്രകൃതി എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം പരിഗണിക്കുന്ന ഒരു കൃതിയിലാണ് ഈ പ്രയോഗവും, നാദബിന്ദുവാത്മികേ. അപ്പം ഈ ദൈവത്തെ ബിന്ദുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാദം എന്നുള്ള, അതേപോലെ മറ്റൊരു കൃതി കേൾക്കുമല്ലോ, നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ, നാദം കടന്നു നടുവേ വിലസുന്നു നിന്മൈ. അപ്പം നിൻ്റെ മെയ്, ഈശ്വരൻ എന്നത് നാദം കടന്നു വിലസുന്നതാണ് എന്ന് മറ്റൊരു കൃതിയിൽ പറയാം. അപ്പം ഞാൻ ഈ ഗുരുവിൻ്റെ ഈ പ്രയോഗങ്ങൾ, ഇപ്പോൾ ജനനീ നവരത്ന മഞ്ജരിയിൽ പ്രയോഗിച്ചിട്ടുള്ള ഈ നാദം എന്നുള്ളത് ഇതര കൃതികളിലും നമുക്ക് വളരെ ഇതേ കോണ്ടെക്സ്റ്റിൽ, ഇതേ തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഗുരുവിൻ്റെ കൃതികളെ തന്നെ തമ്മിൽ നമുക്ക് ചേർത്ത് വെച്ച് പഠിക്കുമ്പം അതിന് വളരെ വ്യക്തത കിട്ടും. അപ്പോൾ ഈ നാദഭൂമി എന്നുള്ള ഗുരുവിൻ്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അപ്പം ഈ ആനന്ദക്കടൽ എന്നത് നാദവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗുരു അവതരിപ്പിക്കുന്നത്. നാദത്തിലുണ്ടാം നമശിവായ പൊരുൾ ആദിയായി ഉള്ളത് നാദുപാമ്പെ. ഈ കുണ്ടലിനി പാട്ടിലും ഈ നാദം എന്നുള്ളത് കടന്നു വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ നോക്കുമ്പം അപ്പോൾ ഈ നാദം എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു മാസ്റ്റർ പീസ് പ്രയോഗമാണ്. ഗുരുവിൻ്റെ കൃതികളിൽ സാർവത്രികമായി പ്രയോഗിച്ച വെച്ചാൽ ഒരു ആനന്ദത്തെ അല്ലെങ്കിൽ ഒരു ഈശ്വരപ്രാപ്തിയെ, ലഭ്യതയെ പരാമർശിക്കുന്ന ഇടങ്ങളിൽ മിക്കവാറുമെല്ലാം തന്നെ ഗുരു ഈ നാദത്തെ പരാമർശിക്കുന്നുണ്ട്. അപ്പം ഈ നാദം എന്നത് വാസ്തവത്തിൽ ഈ അനുഭവത്തിൻ്റെ, ഇപ്പം ആത്മോപദേശ ശതകത്തിലെ ആ മന്ത്രം അധിക വിശാല മരുപ്രദേശം ഒന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം എന്ന് പ്രയോഗിക്കുമ്പോൾ ഈ ആത്മസാധനയിൽ ലയിച്ചിരിക്കുന്ന ഒരു സാധകൻ്റെ അനുഭവത്തെയാണ് അവിടെ വ്യക്തമാക്കുന്നത്, ഗുരു പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രാപഞ്ചിക ബോധത്തിൽ നിന്ന് നമ്മൾ സ്വയം പിന്തിരിഞ്ഞ് നമ്മുടെ ആത്മബോധത്തിലേക്കുള്ള സഞ്ചാരത്തിൽ, ആത്മസാധനയിൽ അനുഭവവേദ്യമാകുന്ന ഒരു തലമാണ് ഈ നാദത്തിൻ്റേത്. അപ്പം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക്, ബാഹ്യപ്രപഞ്ചത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണ് നമ്മളെ കാഴ്ചയിലേക്ക് നയിക്കുന്നു, കാത് കേൾവിയിലേക്ക് നയിക്കുന്നു. ഇതെല്ലാം തന്നെ, ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ നമ്മളെ പ്രാപഞ്ചികമായ വിഷയത്തിലേക്കാണ് വലിച്ച് ഇഴച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരു ആത്മോപദേശ ശതകത്തിൽ 1-ാം മന്ത്രത്തിൽ പറയുന്നു, കണ്ണുകൾ 5ഉം ഉള്ളടക്കി തെരുതെര വീഴണം. അപ്പം ഇതിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈ പൊതുവേ ഉള്ളൊരു അന്വേഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മെത്തഡോളജി ഗുരു ആവിഷ്കരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ കണ്ണു തുറന്നു കാണുന്നു, കണ്ണിൻ്റെ കാഴ്ചയേക്കാൾ എത്രയോ മടങ്ങ് കാഴ്ചയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണുന്നു.
അപ്പോൾ ഈ പ്രപഞ്ചത്തെ കണ്ടറിയാനുള്ള ഒരു കേട്ടറിയാനുള്ള, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിച്ച് പ്രപഞ്ച സത്യത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ശാസ്ത്രത്തിൻ്റേത്. അപ്പോൾ ഭൗതികശാസ്ത്രം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സൂക്ഷ്മദർശിനിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അത്ര അനേക മടങ്ങ് കാഴ്ച പ്രദാനം ചെയ്യാൻ കഴിയുന്ന സൂക്ഷ്മദർശിനികളെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തിൽ സത്യത്തെ അന്വേഷിക്കുന്നു. അത് ശാസ്ത്രത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വഴിയും ആത്മീയതയുടെ വഴിയും രണ്ടായി തിരിയുന്നത് ഗുരു വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു കണ്ണ് തുറന്ന് കാണാനല്ല, മറിച്ച് കണ്ണടച്ചു കാണാനാണ് പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു കണ്ണു മാത്രമല്ല, ഈ 5 കണ്ണുകളും ഉള്ളടക്കി ഷട്ട് ഡൗൺ ചെയ്യുക. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ നമ്മൾ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ പുറം ലോകത്തന്വേഷിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെയോ തൻ്റെയോ വാസ്തവം അറിയാൻ കഴിയില്ല എന്നുള്ള ഉദ്ബോധനമാണ് ഗുരു പരോക്ഷമായി നൽകുന്നത്. അപ്പോൾ പിന്നെ തൻ്റെയും ഈ പ്രപഞ്ചത്തെയും സത്യം അറിയണം. പിന്നെ എന്താ വഴി? ഷട്ട് ഡൗൺ ദി ഡോർസ്. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളെയും ഷട്ട് ഡൗൺ ചെയ്യുക. 5 ഇന്ദ്രിയങ്ങളെയും അടച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു ലോകത്തേക്കുള്ള പ്രവേശനം തുടങ്ങുകയാണ്. ഉൾപ്രപഞ്ചത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ബാഹ്യപ്രപഞ്ചത്തിലേക്ക് നമ്മളെ നമ്മളെ വലിച്ചിഴക്കുന്ന ഈ 5 ഇന്ദ്രിയങ്ങളെ ക്ലോസ് ചെയ്ത് അടച്ച് ഉൾവലിയുമ്പോൾ ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെ ഒരു ഉൾപ്രപഞ്ചത്തിൻ്റെ വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത്. അപ്പോൾ ആ ഉൾപ്രപഞ്ചത്തിലെ അന്വേഷണമാണ് സാധകനെ ഈ ആത്മബോധത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഉൾപ്രപഞ്ചത്തിലെ ഈ സഞ്ചാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സാധകൻ അനുഭവപ്പെടുന്ന ഒരു തലമാണ് ഈ നാദത്തിൻ്റേത്. അതാണ് നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ. അപ്പം ആത്മാവെന്ന് പറയുന്നത് ഈ നാദഭൂമിയിൽ അമരുന്നതിൽ നിന്ന്, അപ്പം നാദഭൂമിയിൽ അമരുക, അതിൽ വിലയം പ്രാപിക്കുക. അപ്പം ഈ ഉൾപ്രപഞ്ചത്തിലെ അന്വേഷണത്തിൽ ഈ ആത്മബോധം അല്ലെങ്കിൽ തൻ്റെ ഉണ്മ പരിലസിക്കുന്നത് ഈ നാദാത്മകമായ ഉൾപ്രപഞ്ചത്തിലാണ്. അപ്പോൾ ആ നാദത്തെ ആ നാദത്തിൽ അമരുമ്പോൾ, ആ നാദത്തിൽ ലയിക്കുമ്പോൾ തൻ്റെ ഉണ്മയെ അനുഭവവേദ്യം ആകുന്നു. അപ്പോൾ ഈ നാദം എന്നുള്ള ഗുരുവിൻ്റെ ഈ പ്രയോഗം ഒരു സാധകന് അവൻ്റെ ആത്മാന്വേഷണത്തിൽ, അവൻ്റെ ഉൾപ്രപഞ്ചത്തിൽ അവൻ അന്വേഷിക്കുമ്പോൾ, അവൻ ആത്മാവിനെ തപ്പുമ്പോൾ, ഉണ്മയെ തിരയുമ്പോൾ, ആത്മാനുസന്ധാനം ചെയ്യുമ്പോൾ, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ, ആത്മാവിനെ പിന്തുടരുമ്പോൾ, അനുസന്ധാനം ചെയ്യുക, പിന്തുടരുക. അപ്പം ആ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്നാണ് ഗുരു നിർവചിക്കുന്നത് ഭക്തി ദർശനത്തിൽ. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകളെയെല്ലാം ഗുരു വളരെ ഭംഗിയായി പരോക്ഷമായി തട്ടിത്തകർക്കുന്നുണ്ട്. ഇപ്പം ഭക്തി എന്ന പേരിൽ നമ്മൾ ഈശ്വരനെ തേടി ഇങ്ങനെ അങ്ങ് അലയുകയല്ലേ. ഈശ്വരൻ പുറത്തെവിടെയോ ഇരിക്കുന്നു, അമ്പലത്തിലിരിക്കുന്നു, പള്ളിയിലിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു എന്ന ധാരണയിൽ നമ്മൾ ഈശ്വരനെ പുറത്തേക്ക് അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഈശ്വരനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ഈശ്വരൻ്റെ ഹോൾസെയിലേഴ്സായിട്ടുള്ള ഈശ്വരൻ്റെ കുത്തക വ്യവസായികളായിട്ടുള്ള മതങ്ങൾ നമ്മളെ എന്തു ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ ഈശ്വരനെ കാട്ടിത്തരാം എന്നുള്ള വ്യാജേന നമ്മളെ സമീപിക്കുകയും ഈ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റിലിരിക്കുന്നതിനെ പിടിച്ചു പറിച്ചിട്ട് ഈശ്വരനെ കാണിക്കാനും പറ്റുന്നില്ല, നമ്മുടെ പോക്കറ്റിലുള്ളതും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരനെ പുറത്ത് തപ്പുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പൗരോഹിത്യത്തെ ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, സൂക്ഷ്മമായി ഗുരുവിനെ സമീപിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഗുരു പൗരോഹിത്യത്തെ വളരെ നിശിതമായി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരുവിൻ്റെ നിഷേധം നമ്മുടെ നിഷേധം മാതിരിയല്ല. ഗുരു വളരെ
എന്താ പറയുക, വളരെ സോഫ്റ്റായിട്ടാണ് നിഷേധിക്കുന്നത്. എന്നാൽ അത് വളരെ ഹാർഡുമാണ്. ഗുരുവിൻ്റെ നിഷേധം എന്ന് പറയുന്നത് വളരെ പഠിക്കേണ്ടുന്നതാണ്. ഇപ്പം നോക്കുമ്പം ഗുരു ഒരു പറയില്ലേ, ഈ ഒന്നും അറിയാത്തവൻ വന്നിരുന്ന് എള്ളെട് തണ്ണി കൊട് എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ പൗരോഹിത്യത്തോട് ഇത്രയും മോശമായി ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടാവുമോ? ഒന്നും അറിയാത്തവൻ, യാതൊരു അറിവുമില്ലാത്തവൻ, ഒരറിവുമില്ലാത്തയാൾ വന്നിരുന്ന് അപ്പം പാവം പിടിച്ച മനുഷ്യനെ, അവനൊന്നും അറിയില്ല, അവൻ്റെ അച്ഛനോ ബന്ധുക്കളോ മരിച്ചുപോയി. അപ്പം മരിച്ചു പോയപ്പോൾ അവൻ അറിഞ്ഞുകൂടാതെ ഇനി എന്താണ് സ്ഥിതി, ഈ മരിച്ച ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാം. അപ്പം മതം ഇടപെടുന്നു. പുരോഹിതൻ വന്നിരിക്കുന്നു. പുരോഹിതൻ വന്നിരുന്നിട്ട് ഒന്നും അറിയാതെ എന്ത് പറയുകയാണ്, എള്ളെട് തണ്ണി കൊട് എന്ന് പറഞ്ഞ് അതുവിധം ചെയ്യിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് വാസ്തവത്തിൽ ആരെയാണ് അവിടെ പരിഹസിക്കുന്നത്? നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനോളം നിഷേധം വേറുണ്ട്, എന്തുണ്ട്. പക്ഷേ ആ നിഷേധത്തിന് ഒരു സൗന്ദര്യമുണ്ട്. ഇപ്പം നമ്മൾ നിഷേധിക്കുന്നത് പ്രകോപിപ്പിച്ചായിരിക്കാം, പക്ഷേ ഗുരു വളരെ സൗന്ദര്യാത്മകമായിട്ടാണ് നിഷേധിക്കുന്നത്. അതിനകത്തൊരു വലിയ നർമ്മമുണ്ട്. ഇപ്പോൾ ഈ ഗുരുവിൻ്റെ ഈ വാക്കിനെ നമ്മൾ ഫോളോ ചെയ്താൽ, നമ്മൾ ആ ഗുരുവിൻ്റെ വാക്കിനോട് ചേർന്ന് നിന്നാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അതാണ്. അതേപോലെ ഈ ദൈവത്തിൻ്റെ പേരിൽ തുള്ളലും ചാട്ടവും ഒക്കെ നടത്തിയപ്പം ഈ തുള്ളക്കാരൻ പോലും ചിരിച്ചു പോകുന്ന നർമ്മം ഗുരു അവിടെ എടുത്തുപയോഗിക്കുന്നു. അപ്പം വിശ്വാസികൾ വളരെ സമർപ്പിതമായി ഇയാളെ ദൈവത്തെ പോലെ കാണുമ്പോൾ ഗുരു അയാളെ പരിഹസിക്കുന്നു. എന്താ അത്ഭുതം കാണണോ, ദൈവത്തിൻ്റെ അത്ഭുതം കാണണോ എന്ന് തുള്ളക്കാരൻ ഗുരുവിനോട് ചോദിക്കുമ്പം ഗുരു പറയാണ്, കാണണം. എന്താ കാണേണ്ടത്? ആ വായിലൊരു പല്ല് മുളച്ച് കണ്ടാൽ കൊള്ളാം. ആലോചിച്ച് നോക്കണം. അവിടുത്തെ നർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം വായിൽ ഒരു പല്ല് മുളപ്പിക്കാൻ കഴിയാത്തവൻ ലോകത്ത് എന്ത് അത്ഭുതം കാണിക്കാനാണ്? ഒരു അത്ഭുതവും കാണിക്കാനില്ല. ഇവന് ഭസ്മം എടുക്കാൻ കഴിയുമായിരിക്കും, ഇവന് സ്വർണ്ണം എടുക്കാൻ പറ്റുമായിരിക്കും, ലോക്കറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും, അതെടുക്കാൻ പറ്റുമായിരിക്കും, ഇതെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അവൻ്റെ വായിലൊരു പല്ല് മുളപ്പിക്കാൻ കഴിയുന്ന ഒരു സിദ്ധനെയും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ പരിഹാസം നർമ്മത്തിൽ പൊതിഞ്ഞതാണ്. അതിനൊരു സൗന്ദര്യമുണ്ട്. ഈ തുള്ളക്കാരൻ പോലും ചിരിച്ചു എന്നല്ലേ ചരിത്രം പറയുന്നത്. അവനെ കൊണ്ട് പോലും ചിരിപ്പിക്കുന്ന ആ നർമ്മമാണ് ഗുരുവിൻ്റേത്. അപ്പം അവിടെ ഒക്കെയുള്ള ഗുരുവിൻ്റെ ഇപ്പം ഗുരുവിൻ്റെ ആ പ്രയോഗം നമ്മളെ, മനുഷ്യരെ, ദൈവത്തെ കാണിക്കാൻ വേണ്ടി ഈ പുറമേ അന്വേഷിപ്പിക്കുന്നവരെല്ലാം തന്നെ നമ്മളെ എന്തു ചെയ്യും? നമ്മളെ ഇമാതിരി ചൂഷണം ചെയ്യും. അപ്പോൾ ഈശ്വരനെ നിങ്ങൾ പുറത്തന്വേഷിക്കുന്നതിന് പകരം, അപ്പോൾ ഭക്തിക്ക് വേറിട്ട നിർവചനം വരുന്നു. എന്താണ്? ആത്മാനുസന്ധാനം ഭക്തി. സ്വന്തം ഉണ്മയെ അന്വേഷിക്കുന്നതാണ് ഭക്തി. കണ്ടോ, ഭക്തിക്ക് പുത്തൻ നിർവചനമായത്. അപ്പം നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ഇപ്പം നാരദ ഭക്തി സൂത്രം പോലെയുള്ള വലിയ പ്രമാണ ഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്തിയെ പഠിക്കുന്നത്. പക്ഷെ ഗുരു ഈ ഭക്തിസൂത്രം ഒന്നും അല്ല പ്രയോഗിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ നിസ്സാരമായി സ്വന്തം ഉണ്മയെ എന്തു ചെയ്യുക, സ്വന്തം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം ചെയ്യുക എന്ന് വെച്ചാൽ കൂടെ പോവുക. അനുസന്ധാനം ചെയ്യുക, കൂടെ പോവുക, പിന്തുടരുക. അപ്പം ആത്മാവിനെ പിന്തുടരുന്നതാണ് ഭക്തി. അങ്ങനെ ഒരു ഭക്തനെ ഒരു പൂജാരിക്കോ ഒരു പുരോഹിതനോ ചൂഷണം ചെയ്യുവാനോ വഴിതെറ്റിക്കുവാനോ കയ്യിലിരിക്കുന്നത് പിടിച്ചു പറിക്കുവാനോ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. ഇപ്പം ഇപ്പം ഗുരുവിനെ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുന്നവർ ഗുരു പറഞ്ഞ ഭക്തിയെ സ്വീകരിച്ചാൽ ആ ഭക്തനെ, ഗുരു പറഞ്ഞ ഭക്തി, ഗുരു പഠിപ്പിച്ച ഭക്തിയെ അനുസരിക്കുന്ന ഒരു ഭക്തനെ ഒരു പ്രസ്ഥാനത്തിനും ഒരു മതത്തിനും കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഭക്തന്മാർ, അപ്പം ഗുരു പഠിപ്പിച്ച ഭക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഗുരു ഈ പറഞ്ഞ പുറമേ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതിന് എത്ര വലിയ ക്ഷേത്രമായിരുന്നാലും, എത്ര വലിയ പള്ളിയായിരുന്നാലും, എത്ര വലിയ ആരാധന ആയിരുന്നാലും അവിടെ നിങ്ങൾക്ക് ദൈവത്തെ കിട്ടില്ല. ഉണ്മയെ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഈ കണ്ണുകൾ 5 ഉള്ളടക്കി അകത്തേക്ക് നോക്കൂ. അപ്പം നമുക്ക് തീരെ പരിചിതമല്ലാത്തൊരു പ്രപഞ്ചത്തെയാണ് ഗുരു പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് പരിചിതമായ ഈ ബാഹ്യപ്രപഞ്ചത്തിലൂടെ, അല്ലെങ്കിൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ ആരാധനാലയങ്ങളിൽ, സങ്കേതങ്ങളിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് പരാജയമായിരിക്കും ഫലം. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയില്ല ഇവിടെയുമില്ല ഈശ്വരൻ,
വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ. വാസ്തവത്തിൽ അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കി ഗുരുവിൻ്റെ വഴിയിലേക്ക് തിരിയുക, കണ്ണുകൾ 5 ഉള്ളടക്കുക, സ്വന്തം ഉണ്മയെ സ്വന്തം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക, കണ്ണടച്ചിരിക്കുക, ഉള്ളിലേക്ക് നോക്കുക, ആ ഉൾപ്രപഞ്ചത്തിൽ അന്വേഷിക്കുക. ആ ഉൾപ്രപഞ്ചത്തിലെ അന്വേഷണം തുടർന്നു പോകുമ്പം, അത് പ്രൊസീഡ് ചെയ്യുമ്പം, അത് മുന്നോട്ട് പോകുമ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ നാദത്തിൻ്റേതായ അവസ്ഥ, ഈ ഗതി പെറുന്ന നാദഭൂമി. അപ്പോൾ ഈ നാദഭൂമിയിൽ അമരുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പം ഉൾപ്രപഞ്ചത്തിലേക്ക് തിരിയാൻ കഴിയണം, തൻ്റെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയണം. തൻ്റെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുമ്പോൾ തനിക്ക് അനുഭവവേദ്യമാകുന്ന ഈ നാദഭൂമിയിൽ, നാദഭൂമി ആ ഒരു ഘട്ടത്തിൽ നാദത്തിൻ്റേതായ, നാദമെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമല്ല എന്ന് വിചാരിക്കുക. അപ്പം നാദവും ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ എന്താണ്? അപ്പം ശബ്ദം എന്ന് പറഞ്ഞാൽ ഏത് സൗണ്ടും ശബ്ദമാണ്. പക്ഷെ നാദം എന്ന് പറയണമെങ്കിൽ അതിനൊരു ലയമുണ്ടാവണം. ധ്വനിമയമായി ഗഹനം ജ്വലിക്കും. ഉണ്ടോ? ധ്വനി, ശബ്ദം, നാദം ധ്വനിമയമായി ഗഹനം ജ്വലിക്കും. അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. പുനര് അവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം. അപ്പോൾ ഈ സ്വയം പ്രകാശത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് വാസ്തവത്തിൽ എനിക്ക് ഈ സങ്കടക്കടലിൽ നിന്ന്, ഈ ദുഃഖക്കടലിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളതാണ് ഗുരുജനനി നവരത്നമഞ്ജരിയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ഉണ്മയെ തിരിച്ചറിയിക്കുന്ന, അവൻ്റെ ഉത്ബോധത്തെ, അവൻ്റെ ആത്മബോധത്തെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രചനയാണ്. അപ്പോൾ ഈ സങ്കടക്കടലിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിന് അറുതി വരുത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നത്, നമ്മൾ ഈ ഗുരു പറഞ്ഞ ഈ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ദൈവത്തെ, ഇപ്പോൾ നമ്മളെല്ലാം ആശങ്കപ്പെട്ടിരിക്കുന്നത്, നമ്മളെല്ലാം അറിയാതിരിക്കുന്നത്, നമുക്ക് നമ്മുടെ പരമശക്തി എന്ന് നമ്മൾ കരുതുന്ന ഈ ദൈവശക്തിയെ പുറത്തന്വേഷിക്കുന്നതിന് പകരം നമ്മൾ ഉള്ളിലേക്ക് അന്വേഷിക്കാൻ ശീലിച്ചാൽ ഈ ദുഃഖക്കടലിൽ നിന്ന് മോചനം ഉണ്ടാകാം. ഗതി പെറും നാദഭൂമിയിലമർന്ന് ആവിരാഭ പടരും. ആഭശോഭ, ആഭശോഭ, പ്രകാശം. അപ്പോൾ ഈ നാദഭൂമിയിൽ അമരുന്നതോടെ ആവിരാഭ പടർന്നിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ശോഭ, സൗന്ദര്യം നമുക്ക് അനുഭവവേദ്യമാകുന്നു, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ആവിരാഭ. ആ പ്രപഞ്ചത്തിൻ്റെ പുറമേ നമ്മൾ കാണുന്ന വെളിച്ചത്തിൻ്റെ എത്രയോ മടങ്ങ് പ്രകാശമാനമായിട്ടുള്ള ആഭ ഉള്ളിൽ തെളിയുന്നു. അപ്പോൾ അതാണ് 1 കോടി ദിവാകരർ ഒത്തുയരുംപടി. അപ്പോൾ പുറത്ത് നമുക്ക് ഒരു ദിവാകരൻ്റെ പ്രകാശമാണ് ബാഹ്യപ്രപഞ്ചത്തിലുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഈ ബാഹ്യപ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ഏക സൂര്യനാണെങ്കിൽ, ആ സൂര്യൻ്റെ പോലെ 1000 സൂര്യന്മാർ ഉദിച്ചു പൊങ്ങുന്ന പ്രഭ, ആവിരാഭ തൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഗുരു തൻ്റെ അനുഭവത്തിൽ നിന്ന് ആ അനുഭവം നമുക്ക് വേണ്ടി, വെറും സാധാരണക്കാരായ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അനുഭവമില്ലാത്തത്, നമുക്ക് ഈ പുറമേയുള്ള ഈ സൂര്യനെ, ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ മാത്രമേ പരിചയമുള്ളൂ. നമ്മളത് കണ്ടേ ശീലിച്ചിട്ടുള്ളൂ, നമുക്കത് കാണാനേ അറിയാവൂ, നമ്മളെ ആ വഴിക്ക് നയിച്ചിട്ടുള്ളൂ. ഗുരു മറ്റൊരു വഴി തെളിക്കുകയാണ്. അത് ഈ ഒരു സൂര്യൻ്റെ പ്രഭയുള്ള പ്രപഞ്ചത്തിലേക്കല്ല, കോടി സൂര്യൻ്റെ പ്രഭയുള്ള ഉൾപ്രപഞ്ചത്തിലേക്കാണ്. ആഭിരാഭ പടരും. ചിന്നാഭിയിൽ, ചിത്തിൻ്റെ നാഭിയായിട്ടുള്ളത്. ചിന്നാഭി, ചിത്തിൻ്റെ നാഭി എന്നുവെച്ചാൽ നാഭി കേന്ദ്രം. അപ്പോൾ ചിത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള, എന്നുവെച്ചാൽ ആനന്ദത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന്. അപ്പോൾ എന്താ വേണ്ടത്? ഒരു ത്രിപുടിയുടെ ഉത്ഭവത്തോടു കൂടിയാണ് ഈ ഏകമായ, അഖണ്ഡമായ
അറിവിൽ നിന്ന് ഈ പ്രപഞ്ചബോധത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഈ ത്രിപുടി മുടിയണം. എന്താ അറുമ്പടി കലർന്ന് ആറിടുന്നു ജനൻ. ത്രിപുടി എന്താ ത്രിപുടികളില്ലാതാവണം. ആദഭൂമിയിൽ അമർന്ന് ആഭിരാവ പടരും ചിന്നാഭിയിൽ എത്തണം. എനിക്ക് ചിത്തിൻ്റെ നാഭിയിലേക്കാണ് എനിക്കെത്തേണ്ടത്. ചിത്നാഭിയാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അപ്പോൾ എനിക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലെത്തണമെങ്കിൽ ത്രിപുടി എന്നാണ് അറുന്നത്. അപ്പം ത്രിപുടി അറുന്നാൽ മാത്രമേ, ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ, ത്രിപുടി ഇല്ലാതായാൽ മാത്രമേ എനിക്ക് ചിന്നാഭിയിലേക്ക് എത്തപ്പെടുവാൻ കഴിയൂ. അപ്പം നോക്കൂ, ഗുരു എത്ര സുന്ദരമായിട്ടാണ് ഈ വരവും പോക്കും നമുക്ക് വരച്ച് കാട്ടുന്നത്. അപ്പോൾ എങ്ങനെ വന്നത്? ഏകമായിരുന്ന അഖണ്ഡബോധത്തിൽ നിന്ന്, മാമതിയിൽ നിന്ന് 1000 ത്രിപുടികൾ വന്നതോടുകൂടിയാണ് ഞാൻ ഈ ആടലാം കടലിൽ പെട്ടുപോയത്. ഇനി എനിക്ക് ഈ ആടലാം കടലിൽ നിന്ന് മോചനം ഉണ്ടാവണമെങ്കിലും എന്തേ മാർഗമുള്ളൂ? ഈ ത്രിപുടി മുടിയുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. ത്രിപുടി അറുക ഇല്ലാതാകുക. അപ്പോൾ ത്രിപുടി അറുക്കണമെങ്കിൽ, ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ചിന്നാഭിയിലേക്ക് എത്തപ്പെടുവാൻ കഴിയൂ. അപ്പോൾ എൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവണമെങ്കിൽ ഈ ത്രിപുടി മുടിയണം, ത്രിപുടി ഇല്ലാതാവണം. ഈ നമ്മുടെ മനസ്സിനെ സങ്കീർണമാക്കുന്ന, ആത്മാവിനെ മറക്കുന്ന, തൻ്റെ മതി മറപ്പിക്കുന്ന, തൻ്റെ ആത്മബോധം നശിപ്പിക്കുന്ന, ആത്മബോധം കെടുത്തുന്ന ഈ ത്രിപുടികൾ, അല്ലെങ്കിൽ ഈ അനേക ഈ നാനാത്വബോധം എന്നിൽ നിന്ന് ഒഴിയുന്നതോടുകൂടി മാത്രമേ എനിക്ക് ഈ ചിന്നാഭിയിൽ ലയിക്കുവാൻ, ചിത്തിൻ്റെ നാഭിയിൽ ലയിക്കുവാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് എനിക്ക് ഈ ദുഃഖക്കടലിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. അപ്പം ഒരു കണക്കിന് നമ്മളെല്ലാം ഈ ഒരു വരവും പോക്കുക. നമ്മൾ വന്നു, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളിലെല്ലാം പെട്ടു, ഇതിലെല്ലാം നിന്ന് നല്ലതുണ്ടാകും അല്ലെങ്കിൽ സുഖമുണ്ടാകും എന്ന് കരുതി അപ്പോൾ അതിൽ പെട്ടു. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്താൻ, സുഖം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി ഇതിൽ നിന്നെല്ലാം നമുക്ക് സുഖമല്ല ഉണ്ടാകുന്നത്. ആ സുഖം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ദുഃഖത്തിന് പരിഹാരം എന്നുള്ളത് ഈ ഒരു തിരിച്ചുപോക്കാണ് ഉള്ളത്. ഈ ആടലാം കടലിൽ നിന്ന് ഈ ചിന്നാഭിയിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ് വഴി. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു. അപ്പോഴാണ് എൻ്റെ ദുഃഖത്തിന് തണുക്കൽ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ദുഃഖത്തിന് തണുക്കൽ ഉണ്ടാവണമെങ്കിൽ, ഈ എൻ്റെ വേവ്, എൻ്റെ നീറ്റൽ ഒഴിയണമെങ്കിൽ ഈ എൻ്റെ ഉണ്മയാകുന്ന, എൻ്റെ സ്വത്വമാകുന്ന, ഞാനാകുന്ന ആത്മാവിൽ എനിക്ക് വിലയം പ്രാപിക്കുവാൻ കഴിയുന്നതിലൂടെ മാത്രമേ എനിക്ക് ആ സുഖത്തെ, എൻ്റെ ഈ ദുഃഖക്കടലിൽ നിന്നുള്ള മോചനം എനിക്ക് സാധ്യമാകുകയുള്ളൂ എന്നാണ്. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഒരു ചിത്രകാരന് വരയ്ക്കാൻ തക്കവണ്ണം, ഇപ്പം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, അപ്പം ഒരു അമേരിക്കക്കാരൻ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 100 മന്ത്രങ്ങളെ വരപ്പിലൂടെ വരച്ച് ചിത്രീകരിച്ചു രേഖപ്പെടുത്തി. ഇപ്പം ഞാൻ ഒരു ചിത്രകാരനായിരുന്നുവെങ്കിൽ എനിക്ക് ഞാനിത് വരയ്ക്കുമായിരുന്നു. കാരണം എനിക്ക് ആ ചിത്രം വളരെ വ്യക്തമാണ്. പക്ഷേ എനിക്ക് വരയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്കത് വരയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഒരു ചിത്രകാരന് വരയ്ക്കാൻ തക്കവണ്ണം അത്ര വ്യക്തമായി ഗുരു വരച്ച് കാണിക്കുകയാണ് ഈ പ്രപഞ്ച പ്രതിഭാസവും അതിൽ തൻ്റെ നിലയും. തൻ്റെ നിലയെയും ഈ പ്രപഞ്ചത്തിൻ്റെ നിലയെയും ഇത്ര കൃത്യമായി വരച്ച് കാട്ടുന്ന ഈ ഉൾക്കാഴ്ചയെ, ഈ ദർശനത്തെ നമുക്കെങ്ങനെയാണ് ഒരു സ്തുതിപ്പായി കണക്കാക്കാൻ കഴിയുന്നത്? അപ്പോൾ സ്തുതിപ്പാക്കുന്നതിലൂടെ വാസ്തവത്തിൽ ഗുരുവിൻ്റെ വാസ്തവമുണ്ടല്ലോ, ഗുരുവെന്ന് പറയുന്ന സത്യത്തെ തന്നെ നമ്മൾ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ കൃതികളെ വളരെ ഇപ്പം ഈ തിരിച്ചുപോക്കിന് ആധാരമായിരിക്കും ഈ ത്രിപുടി മുടിയുന്നതിന് ഗുരു മറ്റൊരു സന്ദർഭത്തിൽ പറയുമല്ലോ,
കപടയതിക്കു കരസ്ഥമാകുകയില്ല. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകയില്ല. ഒരു കാപട്യത്തിലൂടെ കരഗതമാകുന്നതല്ല ഈ ത്രിപുടി മുടിഞ്ഞ ഈ നാദഭൂമിയിൽ അമരുന്ന ഈ ചിന്നാഭിയിലെത്തപ്പെടുന്ന ഈ തിരിച്ചുപോക്ക്. അത് തികച്ചും ആത്മാർത്ഥമായി സത്യസന്ധമായി തൻ്റെ ആത്മാവിനോട് നീതി പുലർത്തിക്കൊണ്ട് ഗുരു പറഞ്ഞ ഭക്തിയിൽ ആത്മസന്ധാനം ചെയ്യുമ്പോൾ, ആത്മാവിനെ പിന്തുടരുമ്പോൾ വളരെ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് ഈ അവസ്ഥ. അല്ലാതെ അതൊരു നാട്യത്തിലൂടെ കാപടയതിക്ക് ഈ വേഷം കെട്ടിലൊന്നും വേഷം കെട്ടുകളിലൊന്നും തെളിഞ്ഞു വരുന്നതല്ല ഈ ചിന്നാഭിയിലെ ലയം എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് നമുക്ക് ഗുരുവിൻ്റെ വഴിയെ, ഗുരു പഠിപ്പിച്ച മാർഗത്തിലൂടെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മളെ ആർക്കും പറ്റിക്കുവാനോ ആർക്കും കീഴ്പ്പെടുത്തുവാനോ സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. ഈ ഒരു ഉദ്ബോധനത്തോടു കൂടി ഇവിടെ എല്ലാം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്രയും ഗംഭീരമായിട്ടുള്ള, ഇത്രയും വ്യക്തമായി തൻ്റെ കാഴ്ചയെ അവതരിപ്പിക്കുന്ന കൃതിയെയൊക്കെ നമ്മൾ സ്തോത്രമെന്ന് പറഞ്ഞ് അതിൻ്റെ മഹത്വത്തെ, എൻ്റെ സത്യസന്ധതയെ, അതിൻ്റെ വാസ്തവത്തെ തിരിച്ചറിയാതെ നമ്മൾ ഏറ്റവും ഒരു ദേവതാസ്തുതിപ്പെന്ന നിലയിൽ കാണുന്നത് ഗുരുവിനോട് ചെയ്യുന്ന ഒരു നീതിയായിട്ട് തോന്നുന്നില്ല. ഗുരുവിനോട് നമുക്ക് പരമാവധി നീതി പുലർത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം. നമസ്കാരം.